40 ലക്ഷത്തിലേറെ രൂപ സമ്മാനത്തുകയുള്ള ഖുർആൻ മത്സര ജേതാവ് ഇത്തവണ ആരായിരിക്കും? പലതുകൊണ്ടും ശ്രദ്ധേയമായ ദുബൈ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് മത്സരത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. വിശുദ്ധ റംദാൻ മാസം ദുബൈക്ക് വേറിട്ട മാനം നൽകുന്നു. ലോകത്തെ ഏറ്റവും വിലയേറിയ അവാർഡ് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരത്തിന് എല്ലാ റമദാനിലും നഗരം വേദിയാകുന്നു. ശ്രുതിമധുരമായ പാരായണവും നിയമമനുസരിച്ച മനപാഠം പരിശോധിക്കലുമാണ് മത്സരത്തിന്റെ ഉള്ളടക്കം. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ, ലോകപ്രശസ്ത ഖുർആൻ പണ്ഡിതർ, പ്രഭാഷകർ എന്നിവർ പുണ്യമാസം ദുബൈയിലെത്തുക പതിവാണ്. 1997 UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് ആൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് മത്സരം ആരംഭിച്ചത്. ഉടൻ അത് ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. അതിരുകൾ മറികടന്ന പങ്കാളിത്തവുമുണ്ടായി. 17ാമത് ഹോളി ഖുർആൻ അവാർഡാണ് ഇക്കുറി. 88 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യ, നൈജീരിയ, ബോസ്നിയ, കാനഡ, തായ്ലൻഡ്, മാലി ഇങ്ങനെ നീളുന്നു പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക. സൗദി, ഈജിപ്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ ഖുർആൻ പണ്ഡിതരാണ് വിധികർത്താക്കൾ. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതാണ് മത്സരം. ഖുർആനിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കാതെ മത്സരാർത്ഥികൾക്ക് മുന്നോട്ടു പോവാൻ കഴിയില്ല. ഖുർആൻ പൂർണ്ണമായും മനപാഠമാക്കിയവർക്കായി നടത്തുന്ന മത്സരത്തിൽ വിജയിയെ കാത്തിരിക്കുന്നത് 2.5 ലക്ഷം ദിർഹമാണ്, ഏതാണ്ട് 40 ലക്ഷം രൂപ. ആദ്യ ദിനത്തിലെ മത്സരത്തിൽ ഇന്ത്യൻ പ്രതിനിധിയായി കൊണ്ടോട്ടിക്കാരൻ ഖലീലുർ റഹ്മാൻ എത്തിയിരുന്നു. ചെമ്മാട് ദാറുൽ ഹുദയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഖലീലിന് 9ാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ മനപാഠമാക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇരുപത് വയസ്സിന് താഴെയുള്ളവരാണ് മത്സരത്തിന് പങ്കെടുക്കാനെത്തിയവരിലധികവും. ലോകത്തെ ഏറ്റവും കൂടുതൽ മനപാഠമാക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമായ ഖുർആനിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുബൈ ഇങ്ങനൊരു മത്സരം സംഘടിപ്പിക്കുന്നത്. ലോക ജനതയ്ക്കുള്ള മാനവിക സന്ദേശം പകർന്നു നൽകാനും ഇതുവഴി സാധിക്കുമെന്ന് ദുബൈ സർക്കാർ കരുതുന്നു. മാത്രവുമല്ല, പരിപാടിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വേണ്ടി വിവിധ ഭാഷകളിലായി പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകപ്രശസ്ത പണ്ഡിതരായ നാസർ ബിൻ മുസ്ഫിർ ആൽ സഹ്റാനി, ഇബ്രാഹിം അൽ ദർവീഷ്, ഉമർ അബ്ദുൽ ഖാഫി തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങളും ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം, തമിഴ്, ബംഗാളി ഭാഷകളിലായി ഇസ്ലാമിക വിഷയത്തെ ആധാരമാക്കി ക്ലാസുകളും നടക്കും. ഖുർആനിനും ഇസ്ലാമിനും നൽകുന്ന സേവനങ്ങൾ മുൻനിർത്തി വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുന്ന ഇസ്ലാമിക് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡും പ്രഖ്യാപിക്കും. ഷൈഖ് യൂസുഫുൽ ഖർദാവി, മുറാദ് ഹോഫ്മാൻ തുടങ്ങിയവർക്ക് നേരത്തെ പുരസ്കാരം ലഭിച്ചിരുന്നു. US പണ്ഡിതൻ യൂസുഫ് എസ്റ്റസിനായിരുന്നു കഴിഞ്ഞ വർഷം പുരസ്കാരം. ഖുർആനിന്റെ ശ്രുതിമധുരിമ അറിയാനുള്ള അവസരം കൂടിയാണ് ദുബൈ ഹോളി ഖുർആൻ അവാർഡ് മത്സരം. ഓരോ വർഷവും ഇതിന്റെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ്.